നമസ്കാരം. എല്ലാ ACV പ്രേക്ഷകരെയും ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് യൂട്രസ് ഇൻഫെക്ഷൻസ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ആൻഡ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സ്വീറ്റിയാണ്. ഡോക്ടറെ നമുക്ക് പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. ആൻഡ് ചർച്ചയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ACV പ്രേക്ഷകരോടാണ്. ഇതൊരു 1 hour ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ യൂട്രസ് ഇൻഫെക്ഷൻസ് എന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് എന്ത് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഡോക്ടറോട് നേരിട്ട് ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ചയിലോട്ട് കടക്കാം ഡോക്ടർ. യൂട്രസ് ഇൻഫെക്ഷൻസ്. നമുക്ക് യൂട്രസ്, അതായത് ഗർഭപാത്രത്തിനെ പറ്റി ഒരുപാട് അറിയാം. എന്നുവെച്ചാൽ സാധാരണ ഒരാളുകൾക്ക് അതിൽ ഉണ്ടാവുന്ന മുഴകളെ പറ്റി അറിയാം, ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. അതിനെയൊക്കെ എല്ലാവരും വളരെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതി വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് ക്യാൻസറായിട്ട് മാറും, ഇതായിട്ട് മാറും എന്നൊക്കെ. അപ്പോൾ ഇപ്പം റീസെൻ്റ്ലി ഞാൻ അത് ഒരിക്കൽ വി വിൽ ടേക്ക് ദ ടോപ്പിക്, ഒരു കേസ് പ്രസൻറ്റേഷന് ഞാനത് ഒരു കോൺഫറൻസിൽ കേസ് പ്രസൻറ്റേഷൻ വെച്ചിരിക്കുന്ന ഒരു ടോപ്പിക്ക്. ഐ വാസ് ഓൾസോ അസ്റ്റോണിഷ്ഡ്. ഇപ്പോൾ നമ്മൾ യൂട്രസിനെ പറ്റി പറയുമ്പോൾ മുഴകളൊക്കെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ചെറിയ നെല്ലിക്ക സൈസ് മുഴയ്ക്ക് ഇവിടെ യൂട്രസ് എടുത്ത് മാറ്റുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 75 വയസ്സായ എൻ്റെ ഒരു പേഷ്യൻ്റ് മദറിനില്ല തന്നെയാണ്. അപ്പം 78 വയസ്സായ ഒരു അമ്മ വന്നിരുന്നു. അപ്പോൾ അവർക്ക് യൂറിനിൽ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നോക്കാൻ വന്നത്. സ്കാൻ ചെയ്തു, വേറെ എവിടെയോ പറഞ്ഞിട്ട് അവർ CT ചെയ്യിപ്പിച്ചിരിക്കുന്നു, CT അബ്ഡമൻ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കൊണ്ട് എൻ്റെ അടുത്ത്. ആക്ച്വലി ഐ വാസ് അസ്റ്റോണിഷ്ഡ്. ഇവർ 40 വർഷമായിട്ട്, 75 വയസ്സ്, 40 വർഷം രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടി ജനിച്ചതിന് ശേഷം അവർ സ്കാൻ എന്നൊരു കാര്യം ചെയ്തിട്ടില്ല. സോ ഒരു 40 ഇയേഴ്സായിട്ട് ഈ ലേഡി ഒരു സ്കാൻ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ CT സ്കാനിൽ 8 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഒരു പൈനാപ്പിളിൻ്റെ അത്രയുള്ള 3 മുഴകൾ അങ്ങനെ ഇരിപ്പുണ്ട്. സോ 40 വർഷമായിട്ട്, അതായത് അവരുടെ പീരിയഡ്സ് നിന്നിട്ട് തന്നെ 25 വർഷമായി. ആ 40 വർഷമായിട്ട് ഇത് ഉണ്ട്, പീരിയഡ്സ് തീരും മുമ്പേ ഇതുണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അവരുടെ പീരിയഡ്സ് ഇതായി, ഇത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ആ സൈസിൽ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ ഡോക്ടർ, ഒന്ന് ഇടപെടുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു മെയിൻ ടോപ്പിക് ആയതുകൊണ്ടായിരിക്കും. ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ഇതാരാണ്? താങ്ക് യു. എൻ്റെ പേര് ജൂലി എന്നാണ്. ജൂലി, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കാട്ടാക്കടയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ സ്വിഗ്ഗിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും നമ്മള് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സ്കൂട്ടറിലാണ് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് വെള്ളം കുടിക്കൽ കുറച്ച് കുറവാണ്, കുറച്ചല്ല നല്ല രീതിയിൽ കുറവാണ്. കാരണം വെയിലും ഒരുപാട് കൊള്ളുമായിരിക്കും അല്ലേ? അതെ മാഡം, അതെ. പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഭയങ്കരമായിട്ട് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, മാരീഡാണ്, കുട്ടികളൊക്കെ ഉണ്ട്, 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ടു, യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു, മരുന്നൊക്കെ കഴിച്ചായിരുന്നു. പക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് വീണ്ടും ജോലിക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ വെള്ളം കൂടി കുറവ് പറയാൻ കാര്യം നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമൊക്കെ കുറവാണ്. അപ്പം വീണ്ടും ഈ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് യൂട്രസിനെ ബാധിക്കുമോ? ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ തന്നെ അത് യൂട്രസിനെയാണോ ബാധിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു പേടിയുണ്ട്. അപ്പൊ അത് യൂറിനറി ഇൻഫെക്ഷൻ വരണത് തന്നെ യൂട്രസിനകത്ത് പഴുപ്പുള്ളതുണ്ടോ? ലേഡീസിന് അങ്ങനെയാണ്, മറിച്ചാണ്. വെറുതെ യൂറിനറി ഇൻഫെക്ഷൻ ഒരാൾക്കും വരില്ല.
യൂട്രസ് ഇപ്പോൾ 2 കുട്ടികളൊക്കെ ഉള്ള ആളാണ്, എപ്പോൾ വേണമെങ്കിലും ഈ ഇൻഫെക്ഷൻ കിട്ടിയിരിക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ വെള്ളപ്പോക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? വൈറ്റ് ഡിസ്ചാർജ്, ചെറിയ ചൊറിച്ചിലോ ബേണിംഗ് സെൻസേഷനോ അങ്ങനെ എന്തെങ്കിലും? സോ ബേസിക്കലി ആദ്യം ഇൻഫെക്ഷൻ, ഇതാണ് നമ്മളിന്ന് പറയാൻ പോണ ടോപ്പിക്ക്, അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക്. ബേസിക് ഇൻഫെക്ഷൻ യൂട്രസിലാണ്. അതിൻ്റെ അകത്ത് പഴുപ്പ് കെട്ടിയിട്ടുണ്ട്. അത് വരാമെങ്കിൽ നമുക്ക് നല്ലൊരു സ്കാൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു ടെസ്റ്റുകൾ നോക്കിയാൽ പക്ക അറിയാൻ പറ്റും. കാര്യം വെച്ചാൽ കുറച്ച് ക്രോണിക്കും ആയിരിക്കും. ഇപ്പോൾ കുട്ടികളുടെ ആ സമയത്തൊക്കെ ഒരു അത്രയും വർഷം പഴക്കം ഈ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും, അകത്ത് പഴുപ്പുണ്ടാവും. യൂഷ്വലി ഈ പഴുപ്പ് നമുക്ക് പെൽവിസിൻ്റെ സ്കാൻ, ലിക്വിഡിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ അറിയാം. യൂട്രസിൻ്റെ അകത്ത് പഴുപ്പ് 2 സൈഡ്സിൽ കാണും. പിന്നെ ഈ യോനി ഭാഗം ഉണ്ടല്ലോ, വെജൈന എന്ന് പറയുന്നത്, ആ വെജൈനൽ കനാൽ അവിടെയും പഴുപ്പ് കാണും. സോ അത് നമ്മൾ ആ പഴുപ്പ് ഏറ്റവും തൊട്ടടുത്ത്, സ്ത്രീകൾക്ക് അങ്ങനെയാണ്, ഈ വെജൈന ഇരിക്കുന്ന യോനി ഭാഗം ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് യൂറിൻ പോണ ഹോളും ഇരിക്കുന്നത്. സോ വളരെ ഈസി ആയിട്ട് അണുക്കൾ അതിലോട്ട് പോകും. അപ്പോൾ ഒരു സ്ത്രീക്ക് റിപ്പീറ്റ് യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് യൂട്രസിലെ ഇൻഫെക്ഷനാണ്. അത് ഒരു മരുന്ന് കഴിച്ചുകൊണ്ടോ ഒരു മരുന്ന് ഉള്ളിൽ വെച്ചത് കൊണ്ടോ ഒന്നും ശരിയാവാൻ പോണില്ല. അപ്പോൾ അത് വിട്ട് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് വയറിനും അസ്വസ്ഥത ഇല്ലാതെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന മാർഗ്ഗം ഞാൻ പറയണത് കൊടുക്കുന്നുണ്ട്. സോ 3 to 5 monthsനകത്ത് നമുക്കത് കംപ്ലീറ്റ്ലി ഇറാഡിഗേറ്റ് ചെയ്യണം. ഇറാഡിഗേറ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ ഇൻഫെക്ഷൻ ക്രോണിക് ആയിട്ടുള്ളതിനെ ഇല്ലാണ്ടാക്കണം. പിന്നെ റെഗുലറായിട്ട് ഒരു 5-6 മാസം കൂടുമ്പം ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ്, ഉള്ളിൽ വെക്കാനുള്ള മരുന്ന് തന്നെ. പിന്നെ ഈ ലോഷനൊക്കെ വെച്ച് വാഷ് ചെയ്യണത്, മെഡിക്കൽ ലോഷൻ നമ്മൾ തരും, അത് റെഗുലറായിട്ട് യൂസ് ചെയ്യണം. അത് എല്ലാ കാലത്തും നമ്മൾ യൂസ് ചെയ്യണം നല്ലതാണ്. കുറച്ചേ എടുക്കുന്നുള്ളൂ, അത് പക്ഷേ ഒരു 3 പ്രാവശ്യങ്ങളിൽ ഡെയിലി രാവിലെ വൈകിട്ട് രാത്രി യൂസ് ചെയ്യണം. അത് മെഡിക്കൽ ലോഷനാണ് തരുന്നത്, മറ്റേ വാഷ് പോലത്തെ സാധനമല്ല. പിന്നെ ക്രീംസ് അത്യാവശ്യം ഇടാനുള്ളത് തരും ഉള്ളിൽ. പിന്നെ ഓഫ് കോഴ്സ് വിട്ട് ഒരുപാട് ചിലരൊക്കെ 15 days ആൻറ്റിബയോട്ടിക് ചെയ്ത് ഐ ഡോണ്ട് സപ്പോർട്ട് ദാറ്റ്. വയറിന് അസ്വസ്ഥത വരും. സോ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു അടുത്ത 15. സോ എനിക്കത് സക്സസ്ഫുൾ ആയിട്ടാണ് വന്നത്. ഒരു 3-5 മാസത്തിനകത്ത് 21 ദിവസത്തോളം മെഡിസിൻ കഴിക്കാനാണ് അവർ പറഞ്ഞത്. അതാ പറഞ്ഞത്. സോ ഇഫ് യു എവിടെയാ താമസിക്കുന്നത്? ഞാൻ നെയ്യാറ്റിൻകരയാണ് താമസം. ഒന്ന് വരാവോ? പേട്ടയിലാണ് എൻ്റെ ഹോസ്പിറ്റൽ. എനിക്കറിയാം, ഞാൻ അവിടെയൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് വരാറൊക്കെ ഉണ്ട്. സിറ്റിക്കകത്താണ് ഞാൻ ഉള്ളത്. അപ്പൊ വന്നോളൂ കേട്ടോ. സൺഡേയും ഞാനുണ്ട്. ജോയിന്റ് പെയിൻ, നടുവേദനയൊക്കെ വരുന്നത് അതെ അതുകൊണ്ടാ. നടുവേദനയൊക്കെ ബേസിക്കലി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലാണ് ആദ്യം നടുവേദന വരുന്നത്. യൂട്രസ് ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ പഴുപ്പുണ്ടെങ്കിൽ യൂട്രസ് ഇറിറ്റേഷനായി ഇടയ്ക്കിടയ്ക്ക് ചുരുങ്ങാൻ നോക്കും, അങ്ങനെയാണ് നടുവേദന വരുന്നത്. സോ ഇഫ് യു കം, ആദ്യം ഈ നമ്മൾ ഇതും കൂടെ എൻ്റെ കൂടെ ട്രീറ്റ് ചെയ്താൽ യൂറിനറി ഇൻഫെക്ഷൻ വരാതെയാവും. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ തടയാനുള്ള 1-2 സംഭവങ്ങളുണ്ട്. അതും കൂടെ ഒരു ന്യൂട്രീഷനുണ്ട്. ആ ന്യൂട്രീഷനിൽ ചെറിയ ഇതൊക്കെ തന്നേക്കാൻ, ടോണിക്ക് പോലത്തെ ഉള്ള സംഭവമൊക്കെ. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തായാലും കുറെ നാളത്തേക്ക് മാഡം പറഞ്ഞത് 6 മാസം ഡ്യൂറേഷൻ. അപ്പൊ എനിക്ക് ഇതിനിടയ്ക്ക് ജോലിക്കൊക്കെ പോകുന്നതിന് അതൊന്നും ഒരു കുഴപ്പമില്ല. ഒരു 5 ദിവസത്തെ ഗുളിക രാവിലെ രാത്രിയും കഴിക്കണമെങ്കിൽ ജോലിക്ക് പോണതുമായിട്ട് എന്ത് ബന്ധം? അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ ട്രീറ്റ്മെന്റ്. പിന്നെ നൈറ്റിൽ വന്നിട്ടല്ലേ ഉള്ളിൽ ഗുളിക വെക്കുന്ന, 3 ദിവസം നൈറ്റ് വെക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇറ്റ്സ് സോ സിമ്പിൾ. എന്റെ ചെറിയ കുഞ്ഞിനിപ്പം 1.5 വയസ്സാണ് ആയിട്ടുള്ളത്. അവരിപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ ഗർഭിണികൾക്ക് ഇൻഫെക്ഷൻ വന്നാൽ ഇത് കൊടുക്കും, ഇല്ലെങ്കിൽ അവർക്ക് ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള കുട്ടിക്കും ഒക്കെ കുഴപ്പം വരും. സോ ഉള്ളിൽ വയ്ക്കാനുള്ള മരുന്ന്, ഈ ചെറിയ ഇപ്പോൾ ഉള്ള ഈ എല്ലാ ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിൽ പോലും ചെറിയ തോതിലുള്ള, ഞാൻ പിന്നെ ചെറിയ തോതിലുള്ളത് കൊടുക്കാറില്ല. 5 ദിവസത്തേക്കൊക്കെ ചെറിയ ഡോസ് 2 നേരത്തെ. അപ്പം പലത് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഗുണം കിട്ടാറുണ്ട്. പിന്നെ ഹെവി ഉണ്ടെങ്കിൽ ആദ്യം കുറച്ച് 1-2 പ്രാവശ്യം നോക്കിയിട്ട് 1-2 ചെറിയ ഡ്രിപ്പ് പോലത്തെ ഇൻഫെക്ഷനുള്ള കൊടുത്തിട്ട് തന്നെ മരുന്നിൽ സ്റ്റാർട്ട് ചെയ്യും. സോ യൂഷ്വലി നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. കാര്യം ചിലർ വന്ന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സോ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട്, ഇപ്പോൾ ഇൻഫെക്ഷന് അത് പിന്നെ ഇരുന്നിരുന്ന് വളരെ വഷളാവും. അതുകൊണ്ടാണ് ഇന്ന് ആ ടോപ്പിക് എടുത്തത്. എല്ലാവരും മുഴകൾ ക്യാൻസറാവോ ഇത് ക്യാൻസറാവോ എന്ന് പറഞ്ഞ് ഇവിടെ പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും അല്ല ആവുന്നത്. ഇൻഫെക്ഷൻ ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതലുള്ളത് സെർവൈക്കൽ ക്യാൻസർ. അത് ഈ ഇൻഫെക്ഷൻ 10-20 വർഷങ്ങളോളം വെച്ചിരുന്ന് ട്രീറ്റ് ചെയ്ത് ക്രോണിക്കായി
പിന്നെ സെർവൈക്കൽ ക്യാൻസറാണ് വരുന്നത്. എന്നുവെച്ചാൽ ആ ഭാഗത്ത് പഴുപ്പ് നിന്ന് അത് ഒരു സെൽ വേറൊരു സെല്ലായിട്ട് മാറി വളരാൻ തുടങ്ങും. സോ ഇൻഫെക്ഷനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. വീണ്ടും വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, വീണ്ടും വീണ്ടും പോയി യൂറോളജിസ്റ്റിനെ കാണിക്കുകയോ അല്ലെങ്കിൽ മെഡിസിനിൽ കാണിക്കുകയോ ഒരു കാരണവുമില്ല. കാര്യം യഥാർത്ഥ പ്രൈമറി യൂട്രസിൻ്റെ അകത്ത് കിടക്കുക പഴുപ്പ്. സോ അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കുക, അതിനെ മാറ്റിക്കളയുക. അതിന് ചെറിയ ചെറിയ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വിട്ട് ചെയ്യണം. ഓക്കെ, വളരെ പൈസ എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ഗുളികയും സിമ്പിൾ, വെരി സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് വന്നാൽ മതി. ഡോക്ടർ, നമുക്ക് ഈ ഒരു കോളറിന് മുന്നേ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. സോ ഇപ്പോൾ യൂട്രസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ കാര്യമായിട്ട് എടുക്കുന്ന സംഭവങ്ങളാണ് മുഴ. അപ്പോൾ ഞാൻ ഈ 75 വയസ്സായ അമ്മയെ കണ്ടപ്പോൾ അവരുടെ റിപ്പോർട്ട് എടുപ്പോൾ ആക്ച്വലി ആ റിപ്പോർട്ടിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം വെച്ചാൽ എനിക്ക് ഒരു നാഷണൽ കോൺഗോയിലോ അല്ലെങ്കിൽ WHO കോൺഗോ വരുമ്പോൾ ഐ ക്യാൻ പ്രസൻറ്റ് ഇറ്റ്. വെച്ചാൽ ഇത് സപ്പോർട്ട്സ് അവർ കോസ്. കാര്യം എന്താണ്, 40 വർഷമായിട്ട് 8 സെൻറ്റിമീറ്റർ ഉള്ള 3 വലിയ മുഴ, മീൻസ് 3 പൈനാപ്പിൾ എന്ന് വിചാരിച്ചോളൂ. 8 സെൻറ്റിമീറ്റർ മീൻസ് ഇത്ര പൈനാപ്പിൾ. ആ 3 ഇവരുടെ വയറ്റിലിരിക്കുന്നത്. ബട്ട് ഷീ ഈസ് സോ ആക്റ്റീവ്. പീരിയഡ്സ് നിന്നു 50 വയസ്സിൽ, 25 വർഷമായിട്ട് ഒന്നുമില്ല, നന്നായിട്ട് നടന്ന് ഒ പിയിൽ കയറി വന്നു. ആൻഡ് സോ ആക്റ്റീവ്, നല്ല ഓർമ്മയുണ്ട്, സംസാരിക്കുന്നു, ഒന്നുമില്ല. ഇപ്പോൾ അബദ്ധവശാൽ സ്കാൻ ചെയ്യാൻ കാരണം യൂറിനറി ഇൻഫെക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരും. സോ ഷീ ഈസ് ഹാവിങ് സിവിയർ ഇൻഫെക്ഷൻ. മനസ്സിലായില്ലേ? ഒരു ഏജ് കഴിയുമ്പോൾ പ്രോപ്പർ ഹൈജീനൊക്കെ ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. അത് ഏജ് കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ഈ പാപ്സ്മിയർ എന്ന് പറഞ്ഞിട്ട് അത് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും അകത്തുള്ള ദ്രാവകം എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ് പാപ്സ്മിയർ. വേറെ ഒന്നും കൂടുതലുള്ള സംഭവമല്ല, ആരും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്തുള്ളൊരു ജനറൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ ഈവൻ PHCയിലോ ഒക്കെ എല്ലാവർക്കും പോയി ചെക്ക് ചെയ്യുന്നൊക്കെ. വർഷത്തിലൊരു പ്രാവശ്യം അത് ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതല്ല സ്ത്രീകൾക്കും ഈ ഇൻഫെക്ഷന്. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ ഈ മുഴ ക്യാൻസർ ആവും എന്ന് പറഞ്ഞ ആളുകളെ പിടിപ്പെടുത്തി ഇവിടെ ഉള്ളവരെല്ലാം ഇപ്പം നമ്മൾ ചെയ്യുന്നത് വന്നിട്ട് യൂട്രസ് എടുത്ത് മാറ്റാതെയുള്ള ട്രീറ്റ്മെൻറ്റാണ്. മുഴയൊക്കെ കുറയ്ക്കാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം എടുത്താൽ എന്താ, ഓപ്പറേഷൻ ചെയ്യാതിരിക്കല്ലോ, 8 10 മാസമോ 12 മാസമോ എടുക്കട്ടെ, പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടാമല്ലോ. സോ ഇപ്പോൾ വന്നിട്ട് ഒത്തിരി പേര് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഐ എം ഫീലിംഗ് വെരി കോൺഫിഡൻറ്റ് ആൻഡ് വെരി നൈസ്. ബിക്കോസ് ശരിയാവുന്നു, അവർക്ക് ഓക്കെ ആയി പോകുന്നു, ആൻഡ് ദർ സോ ഹാപ്പി. എവിടെ സൂരത്തിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഗുജറാത്തിൽ നിന്നൊക്കെ ഉള്ള പേഷ്യൻസ് ദർ കോളിംഗ് മീ ആൻഡ് സേയിങ് എനിക്കിപ്പോൾ നന്നായിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ഇതാരാണ്? ഞാനിവിടെ കൊല്ലത്തുനിന്ന് വിളിച്ചതാണ്. കൊല്ലത്തുനിന്ന്. പേരെന്താ? എന്റെ പേര് സുധർമ്മ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. 64 വയസ്സായി. ഓക്കെ മാഡം, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ അമ്മ സുധർമ്മ. ഹലോ, പറഞ്ഞോളൂ. ഹലോ മാം, എനിക്ക് ഒരു 3 വർഷമായി യൂട്രസില് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തോട്ടത് തള്ളലും മുഴ പോലെ ചെറുതായിട്ട് വന്നു. അതിപ്പം ഞാൻ നല്ലപോലെ വെയിറ്റ് ഒക്കെ എടുക്കുന്നു. ഇവിടെ കുഞ്ഞു 2 പിള്ളേരാണ്ട് വെയിറ്റ് ഒക്കെ എടുത്തൊക്കെ ചെയ്യും. അപ്പൊ വേദനകളൊന്നുമില്ല, മറ്റു രീതിയിലൊന്നും എനിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസമായി, 1 മാസത്തിന് മുമ്പ് ഞാൻ പോയി എന്നൊരു സംശയം കൊണ്ടൊന്ന് സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ ഒന്നുമില്ല, ബ്ലഡിലോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ എനിക്ക് ഈ ദേഹത്തൊക്കെ ഒരു അലർജി പോലെ, അലർജി എന്ന് പറയുന്ന കൈയുടെ കാലിന്റെ മടക്കില്, കൈയില് അവിടെ എവിടെയെങ്കിലും വെളുത്ത പൂപ്പ് പോലെ ചൊറിച്ചില്. അലർജിയുടെ കൂടെ ഇൻഫെക്ഷനും ഉണ്ടെന്നർത്ഥം. അപ്പൊ ഡോക്ടറെ കാണിച്ച പറഞ്ഞത് അലർജിയാണ്, കുഴപ്പമൊന്നും ഇല്ലാന്നും പറഞ്ഞു. പൂപ്പല് പോലുള്ളത് ഇൻഫെക്ഷൻ ആണ്. വന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അത് പൂപ്പൽ പോലെ വരുന്ന ചൊറിച്ചിലുള്ളത് ഡെഫിനറ്റ്ലി ഇൻഫെക്ഷൻ ഉണ്ടെന്നർത്ഥം അതിൽ. പിന്നെ അത് ഈ വേർപ്പ് തങ്ങി നിൽക്കുന്ന സ്ഥലത്തെല്ലാം വരും. പിന്നെ ഈ വെളിയിലോട്ട് വരുന്ന സംഭവം ആരെങ്കിലും കാണിച്ചോ, അത് യൂട്രസ് ആണെന്ന് പറഞ്ഞോ, അതോ മൂത്രസഞ്ചിയാണോ, ദാറ്റ് ഈസ് യൂറിനറി ബ്ലാഡർ ആണോ പറഞ്ഞായിരുന്നു ആരെങ്കിലും? രണ്ടും ആവാം. അതുകൊണ്ട് ഞാൻ കാണിച്ചപ്പോ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ ഈ പുറത്തോട്ടുള്ള തള്ളൽ ഇത് വെച്ചോണ്ടിരിക്കണ്ട, അങ്ങ് എടുത്ത് കളയെന്ന് പറഞ്ഞു. അത് അവര് ആദ്യം ഞാൻ പറഞ്ഞപ്പോ ഒരു ഡോക്ടറിനെ ഇത് മൂത്രസഞ്ചി പുറത്തോട്ട് തള്ളി വരികയാണെന്നാണ് അവർ ആദ്യം പറഞ്ഞത്. മൂത്രസഞ്ചി എങ്ങനെ എടുത്ത് കളയ? അതിന്റെ മുകളിലോട്ട്. അന്നേരം വേറെ ഡോക്ടർ പറഞ്ഞു ഇത് നമ്മുടെ NS ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഇത് അവൻ കണ്ടപ്പോ പറഞ്ഞു ഇത് വെച്ചോണ്ടിരിക്കണ്ട, അങ്ങ് എടുത്ത. അവര് എടുത്ത് നോക്കിയല്ലോ,
ഇല്ല എനിക്ക് ഒരു ഇല്ല ഇപ്പൊ ഇതിൽ ഒരു ഉറപ്പില്ല. മൂത്രസഞ്ചിയാണോ പുറത്ത് വന്നിരിക്കണേ അതോ യൂട്രസ് ആണോ പുറത്ത് വന്നിരിക്കണെന്ന് ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല മാം, വെയിറ്റ് ഒന്നും എടുക്കണ്ട. അപ്പൊ അത് വന്നാ മതി. ഫസ്റ്റ് അത് നമ്മൾ ഉറപ്പാക്കാം. മൂത്രസഞ്ചി ആണെങ്കിൽ അത് മുകളിലോട്ട് തെച്ച് നീറ്റാക്കി വെക്കണം. യൂട്രസ് ആണെങ്കിൽ അത് നമുക്ക് വളരെ വെളിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേറെ മാർഗങ്ങളുണ്ട്. ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഒന്ന് വന്നാൽ മതി. പിന്നെ ഇൻഫെക്ഷൻ തീർച്ചയായിട്ടും ഇൻഫെക്ഷൻ മാറ്റണം. പിന്നെ ഇതെല്ലാം പൂപ്പൽ പോലെ വരണതെല്ലാം ഇൻഫെക്ഷൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അത് പറഞ്ഞു തരാം എങ്ങനെ അത് ട്രീറ്റ് ചെയ്യണം, എങ്ങനെ അത് മാറ്റണം, എങ്ങനെ നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയണം. പിന്നെ മൂത്രസഞ്ചി ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുക്കാം. പിന്നെ ഇത് യൂട്രസ് ആണെങ്കിൽ വളരെ വെളിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അകത്ത് വയ്ക്കാനുള്ള വേറെ കാര്യങ്ങളുണ്ട്. ഓപ്പറേഷനിലേക്ക് ഈ പ്രായത്തിൽ ഓപ്പറേഷൻ്റെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ മാം. പിന്നെ ഈ നമ്മുടെ ഈ വെളുത്ത പൂപ്പ് പോലെ വരുന്നത് നമ്മൾ ഒരു എണ്ണ വരുന്നത് ഒരു ഹോമിയോയുടെ ഒരു ഓയിൻമെന്റ് അതിന് പുറത്ത്. അപ്പൊ അത് അവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് കറുത്തിരിക്കുവോ, കറുകറാന്നങ്ങ് കറുത്ത് വരും. അത് ഈ അലർജിയുടെ അല്ലമ്മ, അത് ഇൻഫെക്ഷനും കൂടെ ഉള്ള അലർജിയും കാണും, ഇൻഫെക്ഷനും ഉണ്ട് അതിന്റെ പുറത്ത്. വന്നാൽ മതി, എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ മീ. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. ഇതിൽ ഒന്നും പ്രയാസമില്ല. കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കൃത്യമായിട്ട് മാറ്റാം. ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പുറത്ത് തള്ളി വന്നിരിക്കണേ എന്താണെന്ന് ഫസ്റ്റ് നോക്കണം. എപ്പോഴും പലർക്കും ഈ കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ഈ മൂത്രസഞ്ചിയാണോ യൂട്രസ് ആണോ. ഈവൻ ഡോക്ടേഴ്സ് അത് കൃത്യമായിട്ട് പറയില്ല. അതിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഓപ്പറേഷനും ചെയ്യേണ്ട, ഒന്നും എടുത്ത് കളയൊന്നും വേണ്ട. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള മാർഗത്തിലൂടെ, നേരായ മാർഗത്തിലൂടെ പോകാൻ നോക്കാം. അതായിരിക്കും ശരി. ഓക്കെ, ഓപ്പറേഷൻ്റെ ഒക്കെ ആവശ്യം ഈ പ്രായത്തിൽ എന്താണ്? വിൽ സീ ടു ഇറ്റ്. ഓക്കെ, റൈറ്റ്. പേട്ട അക്ഷരവീതി റോഡമ്മ. പേട്ട ജംഗ്ഷനിൽ വന്നിട്ട് കുറച്ചും കൂടെ മറ്റേ ചാക്കയിലോട്ട് പോകുന്ന റോഡിൽ ഇങ്ങോട്ട് മുമ്പോട്ട് വന്നാൽ, പേട്ട ജംഗ്ഷനിൽ വന്നിട്ട് അക്ഷരവീതി റോഡ് ചോദിച്ചാൽ മതി. ഒരു വലിയ റോഡാ, പേട്ട ടു ഇഞ്ചക്കൽ പോകുന്ന റോഡ്. അതിൽ ഒരു റോഡിന്റെ നടുക്കായിട്ട് ഒരു 100ാമത് ബിൽഡിംഗ് ആയിട്ട് വരും. ഇവിടെ നിന്ന് തുടങ്ങിയാൽ അവിടെ വലിയ റോഡാ. അത് ഹൈവേയുടെ പാരലായിട്ട് കിടക്കുന്ന റോഡാ. അക്ഷരവീതി റോഡ്, പുനർജനി ഹോസ്പിറ്റൽ. പിന്നെ ലാൻഡ് നമ്പർ ഇതിൽ വരുന്നുണ്ടമ്മ, അതിൽ വിളിച്ചാൽ അവർ വഴിയൊക്കെ പറഞ്ഞു തരും. ഹോസ്പിറ്റലിലോട്ട് വിളിച്ചാൽ മതി. ആ നമ്പർ അല്ല, ഹോസ്പിറ്റലിന്റെ ലാൻഡ് നമ്പർ ഈ സ്ക്രീനിൽ വരുന്നുണ്ട്. 0471 31 34 304. അത് അല്ലാതെ വേറെ നമ്പേഴ്സ് ഉണ്ട്. വിളിച്ചാൽ മതി. വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് വന്നോളൂ കേട്ടോ. ഞാൻ സൺഡേസും ഉണ്ട്. എല്ലാ ദിവസവും 10 തൊട്ട് 7 വരെ കാണും. രാവിലെ 10 തൊട്ട് വൈകിട്ട് 7 വരെ കാണും. സൺഡേയും ഉണ്ട്. വന്നാൽ മതി കേട്ടോ. വിളിച്ചിട്ട് വന്നു ശരിയാക്കാം, കംപ്ലീറ്റ് ആയിട്ട് ശരിയാക്കാം. നോ പ്രോബ്ലം. ഓക്കെ മാഡം, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. നമ്മൾ ഈ കോളറിന് മുന്നേ നമ്മൾ ടെസ്റ്റിനെ സോ അപ്പോൾ നമുക്ക് യൂട്രസ് എന്ന് പറയുമ്പോൾ എല്ലാവരും യൂട്രസ് ക്യാൻസർ, ഫൈബ്രോയിഡ് ക്യാൻസറായി. സോ എനിക്ക് ഏറ്റവും വലിയ അതിശയം തോന്നിയത് ഈ ലേഡിയുടെ ഇത് കണ്ടപ്പോഴാണ്. ഇതുപോലെ പലതും കണ്ടിട്ടുണ്ട്, എന്നാലും ദിസ് വാസ് ഹെവി. കാര്യം വെച്ചാൽ 3 വലിയ മുഴകൾ. ഐ ക്യാൻ സീ ഇറ്റ് ഇൻ ദ CT സ്കാൻ. ഇങ്ങനെ 3 വലിയ മുഴ, യൂട്രസിന് ഇത്ര വലിയൊരു സംഭവമായിട്ട് ഇരിക്കുന്നു. ആൻഡ് ഷീ ഈസ് ഹാവിങ് വയറ് പോലും ചാടിയിട്ടില്ല എന്നുള്ളതാണ് ദ ബിഗ്ഗസ്റ്റ് ഫൺ അബൌട്ട് ഇറ്റ്. CT സ്കാൻ തെറ്റാവാൻ വഴിയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ബിയോണ്ട് ഇതിൽ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. സോ വയറ് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയത്, ബട്ട് ആക്ച്വലി അവർക്ക് ഒന്നുമേ അറിയണില്ല. സാധാരണ ഇത്രയൊക്കെ ഉള്ളപ്പോൾ വയറ് ഇത്ര തോന്നണം, അതുപോലും ഇല്ല. സോ ഒന്നുമേ ഇല്ല ആക്ച്വലി. പക്ഷേ ഷീ ഹാഡ് ഇൻഫെക്ഷൻ. അപ്പോൾ ഈ യൂട്രസിനകത്ത് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ആ പഴുപ്പ് വെളിയിൽ വന്നിട്ട് പിന്നെയും യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റില്ല. അവരവിടെ ലോക്കൽ GPയുടെ എടുത്തിട്ടോ ട്രീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ പുള്ളി വന്നിട്ട് പനിക്കൊരു മരുന്ന്. അപ്പോൾ ഈ നാച്ചുറൽ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ നല്ല വിറയലും പനിയും അത് വന്നുകൊണ്ടേയിരിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട്. ആക്ച്വൽ ഇൻഫെക്ഷന് സെർവിക്സിലാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ ഈ ഫൈബ്രോയിഡ് ക്യാൻസർ ആവില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ
അവിടെ ഈ സർവിക്സിൽ ഉള്ള പഴുപ്പ് സൂക്ഷിക്കണം. സോ പാപ്സ്മിയർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ദെൻ വിൽ സി. ആക്ച്വലി ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത പോലെയാണ്. നമ്മൾ ക്യാൻസർ മാർക്കേഴ്സ് എന്നുണ്ട്, അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വേറെ ക്യാൻസറിൻ്റെ ഒരു ഇതും ഇല്ല അവർക്ക്. സോ ക്യാൻസർ എന്ന് പറയുന്നത് CT സ്കാനിൽ ഒന്നും എഴുതിയിട്ടില്ല. സോ പ്രോബബ്ലി ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷീ ഈസ് ഓക്കെ. ഇൻഫെക്ഷൻസ് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ, ഈ ടോപ്പിക്കിലേക്ക് വരാം. ഹലോ ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ആരാണ്? ഞാൻ ഷൈനി. ഞാൻ ഇവിടെ വെട്ടിക്കൽ നിന്ന് വിളിക്കാണ്, മുളന്തുരുത്തി വെട്ടിക്കൽ നിന്ന് വിളിക്കുന്ന. ശരി ശരി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ ഹലോ, അതെ എനിക്ക് ഇങ്ങനെ ഈ മൂത്രം ഒഴിക്കണോട്ട് ഇങ്ങനെ കടിച്ചിങ്ങനെ പൊട്ടും. അപ്പൊ ഞാൻ ഒത്തിരി മരുന്നുകൾ കഴിച്ചു, എന്നിട്ടൊന്ന് മാറുന്നില്ല. ചൊറിച്ചില് പോലെ ഉണ്ടോ? ചൊറിച്ചില് പോലെയാ. എനിക്ക് മൂത്രം ഒഴിക്കുമ്പോ ഒക്കെ ഒരു പുകച്ചില് പോയാ. അപ്പൊ അത് യൂട്രസ് എടുത്ത് കളഞ്ഞിട്ട് ഒരു 32 വയസ്സിൽ എടുത്ത് കളഞ്ഞു. ഇപ്പൊ എനിക്ക് ഒരു 56 വയസ്സായിട്ടുണ്ട്. അപ്പൊ മെൻസസിന്റെ ഇതൊന്നും അല്ലല്ലോ. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? യോനി ഭാഗത്ത് പഴുപ്പുണ്ടാവുമ്പോ വെള്ള പോലെ ചെറുതായിട്ട് പോകുന്നുണ്ടോ? വെള്ള പോലെ അങ്ങനെ വെള്ള പോലെ ഒരു പോക്ക് ഇങ്ങനെ ഇല്ല എനിക്ക്. പക്ഷെ എന്താന്നറിയാൻ പാടില്ല, മൊത്തത്തിൽ കാണിച്ചപ്പോ ഞാൻ പല ഡോക്ടർമാരെയും കണ്ടിട്ടും അതിന് മരുന്ന് കഴിക്കുമ്പോ അന്നേരം അങ്ങ് മാറും, പിന്നെ അത് വീണ്ടും ആവർത്തിക്കും. യൂട്രസ് എടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ. അവിടെ യോനി ഭാഗമൊക്കെ ഇരിക്കുകയല്ലേ, അവിടുത്തെ പഴുപ്പ് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ആ പഴുപ്പാണ് യൂറിനിലോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ അസ്വസ്ഥത തരണം. സോ ഫസ്റ്റ് നമ്മൾ അത് ട്രീറ്റ് ചെയ്യണം, വന്നാൽ മതി. അത് ഒരു മരുന്ന് എന്നുണ്ട്, ഒരു ഗുളിക ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു ഓയിൻമെൻറ്റ് സാധാരണ ഇവിടെ എല്ലാവരും ചെയ്യണം. അങ്ങനെ ഇതെല്ലാം ഓരോ പ്രാവശ്യം കൊടുക്കുക, അതോടെ കഴിഞ്ഞു. അങ്ങനെ ഒന്നും ഇൻഫെക്ഷൻ മാറില്ല. അത് വർഷങ്ങളായിട്ട് ഉള്ളതാണ്. യൂഷ്വലി എല്ലാ ലേഡീസിനും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്രോണിക് ഇൻഫെക്ഷനാണ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രസവ സമയത്തെ വന്നു കാണും. പിന്നെ അവരത് വലിയ കാര്യമാക്കില്ല. ഒരു മരുന്നോ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ക്രീമോ ഒക്കെ വാങ്ങിച്ച് ചൊറിച്ചിലിന് പുരട്ടിയിട്ട് മിണ്ടാതിരിക്കും. ആക്ച്വലി ഉള്ളിൽ കിടക്കുന്ന പഴുപ്പിന് ഗർഭപാത്രം പോയെന്നുള്ളൂ. അതിൻ്റെ പഴുപ്പ് വെളി അകത്ത് സൈഡിൽ കിടക്കണതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും, ഒന്നും ചെയ്യണ്ട. അതങ്ങനെ ഇരിക്കും. അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുക, അതങ്ങനെ യോനി ഭാഗത്ത് ഉണ്ടാവും. യോനി ഉണ്ടല്ലോ അതല്ല, അപ്പോൾ യോനി ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും, അത് പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യും. സോ അതിന് ആദ്യം ശരിയാക്കി യൂറിനറി ആ സ്ഥലത്തുള്ള ചൊറിച്ചിലും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഇൻഫെക്ഷൻ മാറ്റി ഇതാക്കണം. പാപ്സ്മിയർ എന്നുള്ള ടെസ്റ്റ് ചെയ്യിച്ച് നോക്കണം. ഇപ്പോൾ വേണ്ട, നിങ്ങൾക്ക് യൂട്രസ് മാറ്റി. എന്നാലും ജസ്റ്റ് ഒന്ന് വെജൈനൽ സ്വാബ് എടുക്കാം. ഞാൻ വരുമ്പോൾ ഞാൻ ചെയ്തു തരാം. വെജൈനിലുള്ള ഇൻഫെക്ഷൻ അറിയാനായിട്ട് വെജൈനൽ സ്വാബ് എടുത്ത് നോക്കിയാൽ അത് നമുക്ക് അറിയാൻ പറ്റും. എന്ത് യൂഷ്വലി ബാക്ടീരിയ, ഫംഗസ് എല്ലാ അണുക്കളും കാണും. അപ്പം നമുക്ക് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മതി. വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ചെറിയ ട്രീറ്റ്മെൻറ്റ്. എനിക്കൊരു സംശയമുണ്ട്. എന്നാ ഈ ഓവറി എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ നെല്ലിക്ക മുഴുപ്പിൽ സിസ്റ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ സ്കാൻ ചെയ്തപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞു. ഈ 35 വയസ്സിൽ എന്തിനാ യൂട്രസ് എടുത്ത് മാറ്റി? അത് അതിനകത്ത് ചെറിയൊരു മുഴ വന്നുകൊണ്ടാ. അപ്പൊ അത് എടുത്ത് കളയാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്ത് കളഞ്ഞത്. ചെറിയ മുഴ? ചെറിയ മുഴയായിട്ടാ വന്നത്. മുഴ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. അതുകൊണ്ടാണ് എന്തിനാ എടുത്ത് കളയാൻ പറഞ്ഞപ്പോ എടുത്തത്? അത് എടുത്ത് ചോറ്റാനിക്കര, നമ്മുടെ ചോറ്റാനിക്കര ആസ്പത്രിയിലാണ് ഞാൻ എടുത്ത് കളഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞങ്ങള് പറയണ മനസ്സിലായോ? അതായത് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂട്രസ് എടുത്ത് മാറ്റരുത്. അല്ലാതെ തന്നെ നമുക്ക് അകത്ത് വെച്ച് മുഴയൊക്കെ ട്രീറ്റ് ചെയ്യുക. അത് ക്യാൻസർ ഒന്നും ആവൂല. മനസ്സിലായോ? 10-40 വർഷമായിട്ട് അത് അകത്ത് വെച്ചിട്ട് അറിയാത്തവരുണ്ട്, അവർക്കത് ക്യാൻസർ ഒന്നും ആയിട്ടില്ല. മനസ്സിലായോ? സോ അത് ഒരിക്കലും ക്യാൻസർ ആവില്ല എന്നുള്ളതിന് നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട്. പിന്നെ ബ്ലീഡിങ്ങും പെയിനും വരണ അഡിനോമയോസിസ് എന്നുള്ള അസുഖത്തിന് ഹോർമോണിൻ്റെ പ്രശ്നമാണ്. അതിനെ കൺട്രോൾ ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സേവ് യുവർ യൂട്രസ് ആൻഡ് ഓവറി, സേവ് വുമൺ ഓർഗൻസ്, സ്ത്രീ അവയവങ്ങളെ രക്ഷിക്കൂ എന്നുള്ള WHO ടാഗിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെയൊക്കെ 35 വയസ്സിലൊക്കെ എടുത്ത് മാറ്റുന്നത് എല്ലുകൾക്ക് ഇതൊക്കെ വളരെ ദോഷമായിട്ട് വരും. ഇപ്പം നടുവേദന, മുട്ടുവേദനയൊക്കെ ഇല്ലേ? അതെ, അപ്പം സൂക്ഷിക്കണം. ചെറുതായിട്ടൊന്ന് വീണാൽ എല്ല് പൊട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ഹാർട്ടിൻ്റെ കാര്യം, ഇതെല്ലാം ഇത്രയും ചെറുപ്പത്തിൽ എടുത്ത് മാറ്റുമ്പോൾ ഹാർട്ട്, സ്കിന്ന്, മുടി പൊഴിച്ചിൽ, സ്ത്രീത്വപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല പ്രോബ്ലം ഉണ്ടായിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ന്യൂട്രീഷൻ ഇനിയും തുടങ്ങാൻ കുഴപ്പമൊന്നുമില്ല, സമയമുണ്ട്. ഓക്കെ, വന്നോളൂ കേട്ടോ, വന്നോളൂ. 10 തൊട്ട് 7 വരെ എല്ലാ ദിവസവും ഞാനുണ്ടമ്മ. ഹോസ്പിറ്റലിലെ നമ്പർ, ലാൻഡ് നമ്പറിൽ വിളിച്ചോളൂ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ ലാൻഡ് നമ്പർ 2 കാണിക്കുന്നുണ്ട്. 3 ഉണ്ട്, 2 എഴുതി വെച്ചോളൂ. എന്നിട്ട് വിളിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും വരാം. 10 തൊട്ട് 7 വരെ എല്ലാ ദിവസവും ഉണ്ട്, സൺഡേയും ഉണ്ട്.
വെള്ളിയാഴ്ചകൾ മാത്രം ഇതേപോലെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ കാണും. ശരി. ഓക്കെ. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പം ACV പ്രേക്ഷകരോടാണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് എടുക്കണമെങ്കിൽ പുനർജനി ഹോസ്പിറ്റലിൻ്റെ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിലോട്ട് ഡയറക്റ്റ് വിളിച്ച് ഡോക്ടറെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഡോക്ടർ, ഒരുപാട് പേരുടെ ഒരു ഡൗട്ട്സ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്. ലൈക്ക് ഈ യൂട്രസ് ഇൻഫെക്ഷൻസും യൂറിനറി ഇൻഫെക്ഷൻസും ലൈക്ക് ഇന്റർ റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ പലർക്കും അറിയില്ല കേട്ടോ. പലരും വന്നിട്ട് എനിക്കറിയാം 2-3-4 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരും, ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കും. ഇപ്പം തലവേദന വന്ന ന്യൂറോളജിസ്റ്റ് അങ്ങനെയൊക്കെയാണല്ലോ. സോ സ്പെഷ്യാലിറ്റി ഹാസ് ഗോൺ ടു എ ഹയർ ലെവൽ. അപ്പോൾ ഓരോ അവയവത്തിനും ഒരു ഡോക്ടറായില്ലേ. ഒന്നിടപെടുകയാണ് ഡോക്ടർ. കോളേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഓക്കെ, കോൾസ് എല്ലാം കൊടുത്തോളാം. ഹലോ ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ആരാണ്? രേഖ. എവിടുന്നാ വിളിക്കുന്നത്? എറണാകുളം. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ്. ഹലോ. ഹലോ. എനിക്ക് പീരീഡ്സ് ഒരു 5-8 വർഷമായിട്ട് ഇല്ല. വയസ്സ് എത്ര? ഇപ്പൊ 41. 41. അപ്പൊ 35 വയസ്സിലേ ഇല്ല? ഇല്ല. എന്ത് പറ്റി? ആരെയും കാണിച്ചില്ലേ? ഞാൻ 2-3 ഡോക്ടർമാരെ കാണിച്ചു, സ്കാൻ ചെയ്ത്. അപ്പൊ അവര് പറയണത് നിക്കാറായെന്ന് പറയുന്നത്. വീട്ടില് എല്ലാവർക്കും അങ്ങനെയാണോ? അമ്മയുടെ ഫാമിലിയില്? ഇല്ല ഇല്ല. പിന്നെന്താ അത് റിവൈവ് ചെയ്യാത്തത്? എന്തെങ്കിലും PCOD പോലത്തെ കാരണങ്ങളോ വല്ലതും ആണെങ്കിൽ, അല്ലെങ്കിൽ ഒവേറിയൻ ഫെയിലിയർ ആണെങ്കിൽ നമുക്ക് റിവൈവ് ചെയ്യാം. എനിക്ക് 2-3 പേഷ്യൻസ് ഇങ്ങനെ ഉണ്ട് 35-36 വയസ്സിലിട്ട് പിന്നെ നമ്മൾ വീണ്ടും പീരിയഡ്സ് റിവൈവ് ചെയ്തു. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടല്ലേ പ്രോപ്പറായിട്ട് പീരീഡ് വന്നില്ലെങ്കിൽ? എല്ലിനൊക്കെ പ്രശ്നം വരില്ലേ? ഇത്രയും പെട്ടെന്ന് മെനപ്പോസ് വന്നാൽ വരും കേട്ടോ. എനിക്ക് ഇതുപോലെ കുറേ പേഷ്യൻസ്, ഒരു 3-4-5 പേര് ഇതുപോലെ വന്നു. നിന്നിട്ട് വളരെ നേരത്തെ നിന്നിട്ട് അവർക്ക് അത് റിവൈവ് ചെയ്യാം. അപ്പം നിന്നു എന്നും പറഞ്ഞ് നിന്നതിനെ നമുക്ക് തിരിച്ച് റിവൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു 45 വയസ്സിലൊക്കെ നിന്നാൽ മതി. 45 വയസ്സ് കഴിഞ്ഞിട്ട് ആക്ച്വലി നിങ്ങളുടെ ഫാമിലി അനുസരിച്ച് നിന്നാൽ മതി. അത് അമ്മയ്ക്കൊക്കെ എപ്പം നിന്നു? അതാ പറഞ്ഞത്. ഒവേറിയൻ ഫെയിലിയർ ആയിരിക്കും. നമുക്കത് ഓവറിയെ റിട്രീവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ആക്ഷനെ വന്നിട്ട് നമുക്ക് തിരിച്ചും, ഇതൊക്കെയാണ് അഡ്വാൻസ്ഡ് ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഫീൽഡ്. ഗൈനക്കോളജിക്ക് മുകളിലോട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് വരും. അത് കാണിക്കും അങ്ങനെ. പക്ഷേ അത് ഓവേറിയൻ ഫെയിലിയർ, അതായത് ഓവറിക്ക് ആക്ഷൻ ഇല്ല. അത് അങ്ങനെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ ആയതാ. ചിലപ്പോൾ റേഡിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വല്ല പൊല്യൂഷൻ ഉള്ളതായിരിക്കാം, ഭക്ഷണത്തിലുള്ള പൊല്യൂഷൻ ആയിരിക്കാം. ഓർ ഇപ്പോൾ ഇവിടുന്ന് ഗൾഫിലൊക്കെ പോണ പല സ്ത്രീകളും പറയാറുണ്ട് അവർക്ക് പെട്ടെന്ന് നിന്ന് പോയിന്ന്. ക്ലൈമാറ്റിക് ചേഞ്ച്, എന്ത് ചെറിയ കാര്യത്തിനും ഓവറി പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് ജോലി നിർത്തും. അതോടുകൂടി സ്ത്രീത്വത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിൽക്കും. സോ നമുക്കതിനെ റിവൈവ് ചെയ്തെടുക്കണം, അതിനെ ഇൻഡ്യൂസ് ചെയ്യണം, അതായത് അതിനെ വർക്ക് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കണം. അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ന്യൂട്രീഷനും ഒക്കെ കൊടുത്തിട്ടേ അതിനായത്. ഇപ്പോൾ എനിക്ക് ഒരു 2-3 പേഷ്യൻസ് ഒന്നും അവർക്ക് റിവൈവ് ആയി. 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും റിവൈവ് ചെയ്തു. ഈവൻ പീരിയഡ്സ് നിന്നാൽ പോലും നമുക്ക് വീണ്ടും റിവൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് തിങ്സ് റിവൈവ് ചെയ്ത് ഒരു 60 വയസ്സായ സ്ത്രീ പ്രസവിച്ചു എന്നൊക്കെ കേട്ടില്ലേ? സോ ചുരുങ്ങിയ യൂട്രസിനെ നമുക്ക് വലിപ്പം വെച്ച് കൊണ്ടുവരാൻ പറ്റും. ഇറ്റ്സ് എ മാജിക് ഓഫ് എ ഗൈനക്കോളജിസ്റ്റ്. വേണമെങ്കിൽ അത് നടക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണം, അനാവശ്യമായിട്ടില്ല, ആവശ്യമായിട്ട് വേണം. ബിക്കോസ് 35 വയസ്സിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഓക്കെ. എന്നുവെച്ചാൽ ഇത്തിരി ചെറുപ്പത്തിൽ നിന്നിട്ട് വൈ സഫർ? അതിൻ്റെ ഇടയ്ക്ക് എല്ല് തേയ്മാനം, അത് ഇത്, ഹാർട്ടിന് പ്രശ്നം, മുടി പൊഴിച്ചിൽ, സ്കിന്നിന് മാറ്റം ഒക്കെ വന്നില്ലേ? ഒക്കെ തോന്നുന്നില്ലേ? അതാ പറയുന്നത്. നിങ്ങളുടെ ഏജിലുള്ള മറ്റുള്ളവരെക്കാളും വേറെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും നിശ്ചയമായിട്ട്, അല്ലേ? ശ്രദ്ധിച്ച് കാണും. സെക്സിന്റെ പ്രോബ്ലമും ഉണ്ടാവും, മറ്റേ നല്ല ഡ്രൈ ആയിരിക്കും വജൈന, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ച് കാണുമായിരിക്കും. എല്ലാം ശരിയാക്കാം, റിവൈവ് ചെയ്യാം. ഇത്രയും ചെറുപ്പത്തിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ദോഷമേ ചെയ്യുള്ളൂ. ഹാർട്ടിന് ദോഷം, എല്ലിന് ദോഷം. അതുകൊണ്ടാണ് യൂട്രസ് എടുത്ത് മാറ്റരുതെന്ന് പറയണത്. അതൊരു സപ്പോർട്ടും ആണ്. അത് മാത്രമല്ല, അതിൽ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു യൂട്രസ് ഓവറിയിൽ. സോ നമുക്കതിനെ തിരിച്ച് അതിനെ ആക്ട് ചെയ്ത് എടുപ്പിക്കുക, ആക്ഷൻ ഉണ്ടാക്കി എടുപ്പിക്കുക അതിനെ. ഡോണ്ട് വറി.
ഓക്കെ വന്നാൽ മതി. ഡോക്ടറുടെ പേട്ട, ട്രിവാൻഡ്രം പേട്ടയിൽ അക്ഷരവീതി റോഡ്, പുനാചിനി ഹോസ്പിറ്റൽ. ലാൻഡ് നമ്പർ ഇതിൽ വരുന്നുണ്ട് സ്ക്രീനിൽ. അപ്പോൾ അതിൽ ഒന്ന് നോക്കിയിട്ട് വിളിച്ച്, ഞാൻ എല്ലാ ദിവസവും 10 തൊട്ട് 7 വരെ ഉണ്ട്, ഈവൻ സൺഡേസ്, ബിക്കോസ് ഇങ്ങനെ നമുക്ക് വർക്കിംഗ് വുമൺ ഉള്ളതുകൊണ്ട്. സോ വരാം, ഡെഫിനറ്റ്ലി വരാം എല്ലാ ദിവസവും. ഈ ലാൻഡ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, ഡോണ്ട് വറി, വി ക്യാൻ റിവൈവ് ഇറ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. ഡോക്ടർ ഒരുപാട് സംശയങ്ങൾ ഡെഫിനറ്റ്ലി സി എത്രമാത്രം കാര്യങ്ങൾ, ഒരു ബോധവൽക്കരണം, വളരെ ഈ ഗൈനക്കോളജിയെ പറ്റിയുള്ള ബോധവൽക്കരണം. സി ഇറ്റ്സ് അഡ്വാൻസ് ഗൈനക്കോളജി ആണ് ഈ ഓവറിയൻ ഫെയിലിയറിനൊക്കെ റിവേർട്ട് ചെയ്യാൻ പറയുന്നത്. സോ ദറ്റ് എവറിബഡി കനോട്ട് ഡു ഇറ്റ്. ദാറ്റ് ഈസ് എ വേ ടു ഡു ഇറ്റ്. അതിനൊരു ഇപ്പോൾ ഈ 3 വർഷം 4 വർഷം നിന്നൊരു സ്ത്രീ പറഞ്ഞു എനിക്ക് നാളെ പീരിയഡ്സ് ഒന്നും വരുത്താൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ആ ഓവറിയുടെ ഹോർമോണൽ ലെവൽസ് ചെക്ക് ചെയ്തിട്ട് അതിന് പതുക്കെ റിവൈവ് ചെയ്യാൻ. അങ്ങനെ ഒവേറിയൻ ഫെയിലിയർ ഡെഫിനറ്റ്ലി ഐ ഗോട്ട് വെരി സക്സസ്ഫുൾ. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന രീതി കറക്റ്റ് ആയിരിക്കണം. നാളെ അവരുടെ അടുത്ത് വി ഷുഡ് കൗൺസിൽ ദം. അതായത് 4 വർഷം നിന്നത് വരുന്ന ഉടനെ ആവുന്നില്ല. സ്ലോലി സ്വിച്ച് ഓവർ ടു ആൻഡ് ഗെറ്റ്. അതേപോലെ യൂട്രസിനെ പറ്റിയാണെങ്കിലും എല്ലാവരും ബോതേർഡ് അബൌട്ട് യൂറിനറി ഇൻഫെക്ഷൻ. അവർക്കറിയുന്നില്ല അത് യൂട്രസിൽ നിന്ന് വരുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻ. സ്ത്രീകൾക്ക് 100% ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ആരാണ്? ഗീത. എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ് ഗീത മാഡം. മാഡം, എനിക്ക് യൂറിനറി നിന്നാണോ പിന്നെ യൂട്രസിനകത്തു നിന്നാണോ എന്തെന്നറിയില്ല, ഒരു സ്മെല്ല് വരുന്നുണ്ട്. വർഷം 1.5 വർഷം കൊണ്ട് അതങ്ങനെ വരുന്നുണ്ട്. യൂട്രസ് ചെക്ക് ചെയ്തിട്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എന്ത് ചെക്ക് ചെയ്തിട്ട്? സ്മെല്ല് വരുന്നുണ്ട്. എന്ത് ചെക്ക് ചെയ്തിട്ട് കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞു? യൂട്രസ് ചെക്ക് ചെയ്ത് യൂട്രസിനകത്ത് മുഴയോ മറ്റു കാര്യമോ ഉണ്ടോന്ന് നോക്കി അതില്ലെന്നാണ് പറയുന്നത്. അല്ല, ഈ സ്മെല്ല് വരുന്നത് ഡോക്ടർ PV ഒന്നും ചെയ്ത് നോക്കില്ലേ ഗൈനക്കോളജിസ്റ്റ്? അവർക്ക് മനസ്സിലായില്ല അകത്തുനിന്ന് പഴുപ്പ് വരുന്നത് സ്മെൽ? മനസ്സിലായില്ല. പക്ഷെ എനിക്കിപ്പോഴും ആ സ്മെല്ല് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇൻഫെക്ഷൻ ആണമ്മ, ഒന്നും നോക്കണ്ട. സ്മെല്ലി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ അകത്തുനിന്ന്, യൂട്രസ് ഉണ്ടല്ലോ അല്ലേ? യൂട്രസ് ഉണ്ട്. എനിക്ക് 56 വയസ്സായി. 48 വയസ്സിലൊക്കെ യൂട്രസ് ഇത് മാറിയായിരുന്നു, പീരിയഡ്സ് മാറി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വരുന്നത് ഡെഫിനറ്റ് ആയിട്ട് പഴുപ്പാണ്. അത് ട്രീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ പഴുപ്പ് നിസ്സാരമല്ല, ഡെഫിനറ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇരുന്ന് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. സോ പ്ലീസ് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ടോപ്പിക് എടുത്തത്. എല്ലാവരുടെയും വിചാരം യൂട്രസിലെ മുഴ ക്യാൻസർ ആവും, അത് ക്യാൻസർ ആവും. ഇതൊന്നുമല്ല ക്യാൻസർ ആവുന്നത്. ഇന്ത്യയിലെ കൂടുതലുള്ളത് ഈ പഴുപ്പ് വച്ച് ട്രീറ്റ് ചെയ്യാതെ വരുന്ന സർവൈക്കൽ ക്യാൻസറാണ്. ആ താഴോട്ട് യോനി ഭാഗത്തുള്ള അതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഒരു 3 തൊട്ട് 5 മാസം വിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്, ഒരേ അടിക്ക് ട്രീറ്റ്മെൻ്റ് അല്ല. 5 ദിവസം 15 ദിവസം കൂടുമ്പോൾ 1 മാസം കൂടുമ്പോൾ ഇങ്ങനെയായിരിക്കും എൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി. സോ അത് ഒരു 5 മന്ത്സിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പാപ്സ്മിയർ എന്നൊരു ചെക്കപ്പ് ഉണ്ട്. അതിപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും മതി. ഓക്കെ, അത് എല്ലാ ലേഡീസിനും ചെയ്തു തരുന്നുണ്ട്. അതിൻ്റെ ദ്രാവകം എടുത്ത്, ആ സ്മെല്ലായിട്ട് വരുന്ന ദ്രാവകം ഇല്ലേ, അതിനെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അയക്കും. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് വന്നിട്ട് ക്യാൻസർ ഒന്നും ഇല്ല എന്നുള്ളതും ഉറപ്പ് അറിയാൻ പറ്റും. എനിക്ക് മാഡം ഈ എന്തിനാണെങ്കിലും യൂട്രസിന്റെ അവിടെ നിന്നാണ് വരുന്നത്. അത് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. വന്നാൽ മതി. എവിടെ താമസിക്കണമ്മ? വളരെ അടുത്തല്ലേ നമുക്ക്. പേട്ടയിലാണമ്മ, ട്രിവാൻഡ്രത്ത് പേട്ട എന്നൊരു വലിയ ജംഗ്ഷൻ ഉണ്ട്. അവിടെ അക്ഷരവീതി റോഡ്, അതിൽ ഒരു 100th ബിൽഡിംഗ് നടുക്ക് വലിയൊരു റോഡാണ്. എൻ്റെ മിഡിൽ ബിൽഡിംഗ് ആയിട്ട് വരും. ഒരു 100 ബിൽഡിംഗ് കഴിഞ്ഞ് വരും. പുനർജനി ഹോസ്പിറ്റലായിരുന്നു. റോഡിൽ സ്ട്രെയിറ്റ് വന്നാൽ മതി. അതിനെക്കാട്ടിലും ലാൻഡ് നമ്പറിലൊന്ന് വിളിച്ചിട്ട് വന്നാൽ ഈസിയാണ്. വഴി വല്ലം മാറിപ്പോയാൽ അവർ പറഞ്ഞത് 2 സൈഡിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പേട്ടയിൽ നിന്നും വരാം, ഈഞ്ചക്കലിൽ നിന്ന് വരാം. വെച്ചാൽ ബൈപ്പാസ് പോലെ കിടക്കുന്ന പാരലൽ റോഡാണ് അത്. സോ ഇറ്റ് ഈസ് ഈസി. പേടിക്കൊന്നും വേണ്ട. ചെറിയൊരു കെട്ടിടം, അതുപോലെ ചെറിയ രീതിയിൽ
എമൗണ്ട് ഒന്നും വലിയ ഇതായിട്ടാവില്ല. ഞാൻ WHO വേണ്ടി വർക്ക് ചെയ്യുന്നുള്ള, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. സോ മെയിൻലി നമ്മൾ ഈ സർവൈക്കൽ ക്യാൻസേഴ്സും ഈ ഇൻഫെക്ഷനും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ 2025 വരാൻ പോകുന്ന ഞങ്ങളുടെ നെക്സ്റ്റ് #. സോ ദാറ്റ്സ് വൈ ഐ ടുക്ക് ദിസ് ടോപ്പിക് ഇൻ ഡിസംബർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ കൊണ്ട് ആർക്കും ഇനി വെച്ച് ക്യാൻസർ ഒന്നും വരാൻ പാടില്ല. അതിനെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യണം. ഇന്ത്യയിൽ കൂടി വരുന്നത് ആ ക്യാൻസറാണ്. ഇൻഫെക്ഷന് സ്ത്രീകൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാതുണ്ട്. സോ പ്ലീസ് കറക്റ്റായിട്ട് വന്നൊന്ന് ട്രീറ്റ് ചെയ്യുക. അത് ട്രീറ്റ് ചെയ്ത് മാറ്റണം മുഴുവനായിട്ട് 3 തൊട്ട് 5 മാസത്തിൽ. സ്മെല്ലി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നല്ല ഇൻഫെക്ഷനായി നിർത്തും. സോ പ്ലീസ് കം സൂൺ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അവിടെ പാപ്സ്മിയർ ചെക്ക് ചെയ്തോളൂ അടുത്ത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ സെർവിക്കൽ ക്യാൻസേഴ്സ് ആണെന്ന് പറയുന്നത്. ഇപ്പോഴല്ല, കുറേ കാലമായി. ഒരു 15 years ആയിട്ട് ആണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളം മാത്രമല്ലല്ലോ, ദ ഹോൾ ഓഫ് ഇന്ത്യ. കേരള ഇസ് എ ചോട്ടീസ്റ്റ് അത്ര സ്ഥലമേ ഉള്ളൂ. സോ വി ആർ ഓൺലി 3.5 crores. ഇന്ത്യയിൽ 150 crores. അപ്പോൾ നമ്മളതിലെ ഒരു ചെറിയ. സോ കേരള പക്ഷെ പല രീതിയിലും ഡിഫറെൻ്റ് ആണ്, ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും. ബട്ട് ടോട്ടൽ ഓഫ് ഇന്ത്യ എടുക്കുമ്പോൾ, ആസ് വി ഗോ ത്രൂ ഔട്ട് ഇന്ത്യ ഫോർ ഹെൽത്ത് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ടോട്ടലി എടുക്കുമ്പോൾ ലേഡീസിന് കഴിഞ്ഞ 15 വർഷവും ഏറ്റവും കൂടുതലുള്ളത് സർവൈക്കൽ ക്യാൻസർ എന്ന് വെച്ചാൽ യോനി ഭാഗത്ത് വരുന്ന പഴുപ്പ്. ആ പഴുപ്പ് ഇരുന്നിരുന്നിരുന്ന് ചിലപ്പോൾ 2ാമത്തെ കുട്ടിയാവുമ്പോഴൊക്കെ തുടങ്ങുന്നതായിരിക്കും പഴുപ്പ്. ആളുകൾ കെയർ ചെയ്യില്ല. നമ്മുടെ ഇവിടെ പിന്നെ കൂടുതൽ സ്വന്തം മെഡിക്കേഷനാണ്. സർവിക്കൽ ക്യാൻസറിലേക്ക് വരാൻ ഡോക്ടർ ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ആരാണ്? ഇത് കൊല്ലത്തുനിന്ന് ശീലയാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ്, പറയണ അമ്മ. കൊല്ലത്തുനിന്ന് ശീലയാണ്. ഞാൻ ഒരു എത്ര വയസ്സായി? 56 വയസ്സായി. ഓക്കെ. 55 വയസ്സ് ആയപ്പോ മെൻസസ് മാറിയായിരുന്നു. ഇപ്പൊ വീണ്ടും ഉണ്ടായിരുന്നു. സ്കാൻ എന്തെങ്കിലും ചെയ്തൊന്നുമില്ല. ഈ വലതുവശത്ത് വയറ്റിന്റെ അടിഭാഗത്ത് ഭയങ്കര വേദനയാണ്. ഒരു വശത്ത് കുത്തി വലിക്കുന്ന. എന്ത് ഡോക്ടറെ ഒന്നും കാണിക്കാത്തമ്മ? എന്താ ഗൈനക്കോളജിസ്റ്റിനെ ഒന്നും കാണിക്കാത്തെന്താ? കാണിച്ചില്ല. മെൻസസ് മാറിയപ്പോ പിന്നെ കാണിച്ചില്ല. പിന്നെ ഇപ്പൊ വീണ്ടും വന്നില്ലേ? അപ്പൊ കാണിക്കായിരുന്നല്ലോ. എന്തായാലും കാണിക്കുക, വരിക എൻ്റെ അടുത്ത്. ഇറ്റ് ഈസ് സീരിയസ് ആയിട്ട് അത്യാവശ്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിന്നിട്ട് പിന്നെ വരുന്നത് നമ്മൾ തീർച്ചയായിട്ടും നോക്കിയേ പറ്റുള്ളൂ. സ്കാനും ചെയ്ത് നോക്കണം, എല്ലാം കറക്റ്റായിട്ട് നോക്കി കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യണം. എന്തെങ്കിലും വല്ലാത്ത സംഭവത്തിലേക്ക് പോണതിന് മുമ്പേ തുടക്കത്തിലേ നമുക്കെല്ലാം ട്രീറ്റ് ചെയ്ത് മാറ്റണം. മനസ്സിലായോ? നിന്നിട്ട് പിന്നെ വരുന്ന ബ്ലീഡിങ് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ നോക്കണം, ഈസി ആയിട്ട് എടുക്കരുത് കേട്ടോ. അതുകൊണ്ട് വരൂ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാം. ഓക്കെ, അറിയാലോ പേട്ട പുനർജനി ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്താണ് ഞാൻ. അത് എഴുതിയെടുത്തോളൂ. ലാൻഡ് നമ്പർ എഴുതിയെടുത്തിട്ട് ഒന്ന് വിളിക്കണേ. വിളിച്ചിട്ട് ഞാൻ ഞായറാഴ്ചയുണ്ട്, എല്ലാ ദിവസവും ഉണ്ട് 10 തൊട്ട് 7 വരെ. എന്നാലും ഒന്ന് വിളിച്ചിട്ട് വെള്ളിയാഴ്ച മാത്രം ഞാൻ ഉച്ചയ്ക്ക് ശേഷം കാണുള്ളൂ. ഓക്കെ, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. സെർവിക്കൽ ക്യാൻസർ. ഇത് എടുക്കാൻ കാരണം നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ WHO #ഈസ് ഗോയിങ് ടു ബി ഇത് ഇൻഫെക്ഷൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് സർവൈക്കൽ ക്യാൻസേഴ്സ്. അപ്പോൾ അതിനിപ്പോൾ 13 വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികൾക്ക് മറ്റേ വാക്സിൻ വന്നിട്ടുണ്ട്. സോ ആ വാക്സിൻ പക്ഷേ വലിയ ഇഫക്റ്റ് എടുക്കാം, കുഴപ്പമില്ല, എടുക്കണം. ബട്ട് ഇഫക്റ്റ് അല്ലാതെ ആദ്യം ഒരിക്കൽ വന്നു, അത്ര വലിയ ഇഫക്റ്റ് അല്ലാതായത് എന്ന് വെച്ചാൽ അതിൻ്റെ ഈ വൈറസാണ് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഇൻഫെക്ഷൻ ഇരുന്ന് അതിൽ ഫംഗസ് വന്നു, ബാക്ടീരിയ വന്നു, വൈറസ് വന്നു. വൈറസ് ഇങ്ങനെ ഇരുന്നിരുന്ന് വൈറസിന് ഒരു സെല്ലിനെ വേറൊരു സെല്ലായിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് ഇത് യോനി ഭാഗത്ത് എല്ലായിടത്തും വൈറസാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുക, ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഇൻഫെക്ഷനായിട്ട് അത് കയറും.
പക്ഷേ ഈ യോനി ഭാഗം ദാറ്റ് ഇസ് സർവിക്സ്, ഗർഭവായു മുഖം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പഴുപ്പ് നിറഞ്ഞിരിക്കും, സൈഡ്സിലൊക്കെ പഴുപ്പിരിക്കും, അതും ശരിയാണ്. അത് യൂട്രസിന് ഇറിറ്റേറ്റ്, ബാക്ക് ഏക്ക്, ഇൻഫെക്ഷനിൽ ചിലപ്പോൾ വെള്ളപ്പൊക്ക് ലൈറ്റായിട്ടുണ്ടായാലും കൂടുതൽ അകത്ത് കെട്ടിക്കിടക്കുന്നവർക്ക് ബാക്ക് ഏക്ക് വരും, നല്ല നടുവേദന. അത് വേറൊരു കാര്യം, നടുവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിക്കൊണ്ട് പോയിട്ട് ഓർത്തോയെ കാണിക്കും. അവർ കുറേ ഇത് പിന്നെ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഓപ്പറേഷനും ചെയ്യുന്നവരുണ്ട്. ആക്ച്വലി പിന്നെയും മാറില്ല. കാരണം യൂട്രസിൻ്റെ സൈഡിലും അകത്തും ഈ യോനി ഭാഗത്ത് സർവിക്സിലും പഴുപ്പ് കിടക്കുമ്പോൾ അത് ഈ ഇളിക്കൂടിൻ്റെ കംപ്ലീറ്റ് പഴുപ്പെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനാണ്, കംപ്ലീറ്റ് അണുക്കളുടെ ഒരു കൂട്ടമാണ് ഈ പഴുപ്പ് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ അകത്തിരുന്നിട്ട് അത് ഭയങ്കരമായിട്ട് യൂട്രസിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നാച്ചുറലി പഴുപ്പ് എവിടെ കിടന്നാലും അതൊരു ഇപ്പം നമ്മളെവിടെ ഇത്ര പഴുപ്പ് കൊണ്ട് പൊങ്ങി ഒരു ഇരുന്ന് നമുക്ക് എന്തുമാത്രം ചൊറിച്ചിൽ ഇത് വേദന ഒക്കെ ഉണ്ടാവില്ലേ, സെയിം അകത്ത് കിടക്കുമ്പോഴത്തേക്ക് എപ്പോഴും ചിലപ്പോൾ അടിവേദന, ചിലർക്ക് അതുണ്ടാവില്ല, ബാക്ക് ഏക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഫൈനലി ദിൽ തിങ്ക് ഇറ്റ്സ് എൻ ഓർത്തോക്കാർ അതിനെല്ലാം മരുന്നും കൊടുക്കുകയോ എല്ലാം ചെയ്യും. അവർക്ക് വന്നിട്ട് അത് ഓർത്തോ ആയിട്ടേ നോക്കാൻ പറ്റുള്ളൂ, അവരുള്ള ചെറിയ പ്രശ്നവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഹലോ, കോളർ കട്ടായി. സോ അപ്പോൾ വന്നിട്ട് അവർ ഈ ഓർത്തോക്കാർക്ക് അവർ എല്ല് മാത്രമല്ലേ നോക്കുന്നുള്ളൂ. അപ്പം നോക്കുമ്പോൾ ഏത് സ്ത്രീയുടെ എല്ല് നോക്കിയാലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കും. മറ്റേ പ്രസവം കഴിഞ്ഞ ഒരു ലേഡിക്ക് ഇവിടെയുള്ള ഒരു ഫസ്റ്റ് ബാക്ക് പെയിൻ ആണോ? ബാക്ക് പെയിൻ ഡെഫിനറ്റായിട്ട് കാണും ഇൻഫെക്ഷൻ ഉള്ളവർക്ക്. സോ ഓർത്തോയെ കാണിക്കും. ചിലപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ വരെ ചെയ്തവരുണ്ട് ഫോർ നോ റീസൺ. അതല്ലേ ഈ ഓരോ ഈ റീസൺ അറിയുന്നില്ല ബാക്ക് പെയിൻ. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ബാക്കിലൊരു പെയിൻ വന്നാൽ വിചാരിക്കുന്നത് അത് എല്ലിൻ്റെ വേദന എന്നാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ യൂറിനിലൊരു പ്രശ്നം വന്നാൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇവരെന്താ വിചാരിക്കുന്നത് അത് യൂറിനറി ഇൻഫെക്ഷൻ. സോ യൂറോളജിസ്റ്റ്. ബാക്കിൽ നടുവിലൊരു വേദന വന്നാൽ എന്താ വിചാരിക്കുന്നത് ഈ എല്ലിൻ്റെ കാരണം തന്നെയായിരിക്കും. വി അസ്യൂം തിങ്സ്. പക്ഷേ ഗൈനക്കോളജി ആണ് ഇതിൻ്റെ എല്ലാം ബേസിസ് എന്നുള്ളത് ഒരു സ്ത്രീയും വിചാരിക്കുന്നത്. ഒരു കോളർ വെയിറ്റിംഗ് ആണ് ഡോക്ടർ. ഹലോ, ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ആരാണ്? മാം ഞാനേ അംഗൻവാടി വർക്ക് ജോലി ചെയ്യുവാണ്. എവിടെന്നാ വിളിക്കുന്നേ? തോപ്പുംപടി. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഡോക്ടറെ. പറഞ്ഞോളൂ മാഡം എനിക്ക് 52 വയസ്സുണ്ട്. ഓക്കെ. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ അല്ല, ഒരു മെൻസസ് പീരീഡ് കുറച്ചായിട്ട് ഇപ്പൊ കാണുന്നത്. അപ്പൊ എനിക്കത് പോകുമ്പോഴേക്കും നല്ല വേദനയും ഉണ്ട്, പിന്നെ ഒരു ഇതുപോലെയുള്ള ഒരു ദ്രാവകം വരുന്നുണ്ട്. അപ്പൊ അത് യൂറിനറി ഇൻഫെക്ഷന്റെ ഭാഗം അങ്ങനെയാ വല്ലതും ആണോ? ഗർഭപാത്രത്തിന്റെ അകത്തുള്ള ഗർഭപാത്രം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എല്ലാവരുടെ അടുത്ത് അത് ചോദിക്കണം, ഉണ്ടോ ഇല്ല. 2 സ്ത്രീയിൽ ഒരു സ്ത്രീക്കില്ല ഇവിടെ കേരളത്തിൽ. അപ്പൊ ഈ ഗർഭപാത്രം ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്താൽ പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും വരില്ല. ഓക്കെ. സോ സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ പിന്നെയും വന്നാൽ ഓർത്താൽ മതി, ഗർഭപാത്രവും യോനി ഭാഗത്തും ഇൻഫെക്ഷൻ കിടപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തൊട്ടടുത്തിരിക്കുന്ന ഹോളാണ് യൂറിനറി ഹോള്. അപ്പോൾ അതിലോട്ട് കടക്കുകയും ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുന്നത്. സോ സ്ത്രീകളുടെ മുഴയും രക്തപ്പോക്കും അതൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റാം, പക്ഷേ ഇൻഫെക്ഷൻ ആരും ട്രീറ്റ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് അത് ഇരുന്നിരുന്ന് ചിലപ്പോൾ സർവൈക്കൽ ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആ ക്യാൻസർ, അല്ലാതെ മുഴ വന്നിട്ടുള്ള ക്യാൻസറോ യൂട്രസ് ക്യാൻസറോ അല്ല. ഗർഭവായു മുഖം സർവിക്സിലുള്ള പഴുപ്പ് കൊണ്ട് വരുന്ന ക്യാൻസർ. ഒരു വൈറസിന് കുറേ കാലമായിട്ട് അത് പഴുപ്പായിട്ട് കിടക്കും, പിന്നെ അത് കുറേ വർഷം കഴിയുമ്പോൾ അത് ക്യാൻസറാക്കി മാറ്റും. അത് വൈറസിന് അങ്ങനെ ഒരു ഇതുണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി വരിക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, കറക്റ്റ് ചെയ്യുക. ഒരു 3 തൊട്ട് 4 മാസത്തിനകത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. വിട്ട് ചെറിയ ട്രീറ്റ്മെൻറ്റ് മതി. ഓക്കെ. സോ കറക്റ്റ് ചെയ്യണം, ഡെഫിനറ്റ്ലി ഇൻഫെക്ഷൻ കറക്റ്റ് ചെയ്യണം. അത് ഒരു ദിവസം മരുന്ന് കഴിച്ച് ഒരു പ്രാവശ്യം ഉള്ളിൽ മരുന്ന് വെച്ചിട്ട് എല്ലാവരും മിണ്ടാതിരിക്കും. അതല്ല ട്രീറ്റ്മെൻറ്റ് ഷുഡ് ബി പക്ക. അത് വിട്ട് അതിനെ പതുക്കെ നമ്മൾ ഇല്ലാതെ ആക്കണം ആ അണുക്കളെ. ഓക്കെ. മാഡം പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഓക്കെ, ഈ യൂട്രസ് ഇറങ്ങി വരുന്ന പോലെ ഉണ്ടല്ലോ മാഡം, അതിനെന്താ ട്രീറ്റ്മെന്റ്? അത് എത്ര ഇറങ്ങി വന്നു എന്ന് എനിക്ക് നോക്കുമ്പോൾ അറിയാം. അത് യൂട്രസ് ആണോ മൂത്രസഞ്ചിയാണോ രണ്ടും നോക്കണം. യൂറിനറി ബ്ലാഡറും ആയിരിക്കാം. യൂട്രസ് തന്നെ ആവണമെന്നില്ല. യൂട്രസ് തന്നെ ആവണമെന്നില്ല അല്ലേ? ഇല്ല, അത് കറക്റ്റ് കണ്ടുപിടിക്കണം ഫസ്റ്റ്. അത് വന്നാൽ മതി. അത് കറക്റ്റ് PV ചെയ്യുമ്പോൾ നമുക്ക് പക്ക അറിയാൻ പറ്റും. എക്സ്പീരിയൻസ് വൈസ് രണ്ടും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ അത് അല്ലാത്തവർ ഇതിനെ അതെന്ന് പറയും, ഇതെന്ന് പറയും. പക്ഷേ രണ്ടാണ്. കണ്ടാലേ അറിയാം. അതിനെ തൊട്ട് നോക്കുമ്പോഴേ നമുക്കറിയാം യൂറിനറി ബ്ലാഡർ ഇസ് വെരി സോഫ്റ്റ്. ബൈ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. മറ്റേ യൂട്രസ് നല്ല കട്ടിക്കിരിക്കും. സോ ദാറ്റ് അത് കാണുമ്പോഴേ അറിയാം. ബട്ട് ജൂനിയേഴ്സ് കുറച്ച് ദേ മേ മിസ് ഇറ്റ് സംടൈംസ്.
അത്രേ ഉള്ളൂ. ഈ വെളിയിൽ നിന്ന് വരുമ്പോൾ യൂട്രസ് എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ സിംറ്റംസിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടെങ്കിൽ മെയിൻലി ബാക്ക് പെയിൻ. സോ ബാക്ക് പെയിൻ വരുന്നു. കറക്റ്റായിട്ട് ഈ യൂട്രസിൻ്റെ അകത്ത് പഴുപ്പുണ്ട്, സൈഡ്സിൽ അതിൻ്റെ പൗച്ച് എന്ന് പറയും. യൂട്രസ് എടുത്ത് മാറ്റിയാലും പഴുപ്പ് പിന്നെയും ഉണ്ടാവും. എവിടെയെന്ന് വെച്ചാൽ പൗച്ച് എന്ന് പറഞ്ഞാൽ യൂട്രസ് ഇങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ താഴോട്ട് ഇളിക്കൂടിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു പൗച്ചുണ്ട്. ഇറ്റ്സ് കോൾഡ് പൗച്ച് ഓഫ് ഡഗ്ലസ്. അത് ഒരു ആളുടെ പേരിലാണ്, ഹൂ ഫൗണ്ട് ഇറ്റ്. അവിടെയും പഴുപ്പ് തങ്ങി നിൽക്കും. പിന്നെ യോനി ഭാഗത്തും. സോ ഇത് എടുത്ത് മാറ്റിയാലും ഈ പഴുപ്പും ഈ യോനി ഭാഗം ഉണ്ടല്ലോ, വെജൈന ഇസ് ദെയർ. സോ വെജൈനയിലുള്ള പഴുപ്പ് പഴുപ്പായിട്ട് തന്നെ ഇരിക്കും. സോ അത് പിന്നെയും യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. സോ ഇവരുടെ വിചാരം, എനിക്ക് അറിഞ്ഞിട്ട് ഒരു 5 വർഷമായിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുന്ന ലേഡിയൊക്കെ അറിയാം. ഫൈനലി ഏതോ ഒരു യൂറോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഗൈനക്കിലും കൂടി ഒന്ന് കാണിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് ഷീസ് കമ്മിങ് ടു മീ. ആക്ച്വലി ഐ എം ഡൂയിങ് യൂറോഗൈനക്, യൂറോയും ചെയ്യുന്നുണ്ട്, ഗൈനക്. സോ ഇത് രണ്ടിനെയും കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അറിയുന്നത് ഈ യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകളിൽ, ആണുങ്ങളിലല്ല. ആണുങ്ങളുടെ 2 വേറെ വേറെയാണ്, ബട്ട് അടുത്തടുത്തല്ല. ഇത് 2 ഹോളും അടുത്തടുത്ത. സോ ഇൻ ദാറ്റ് കേസ് തീർച്ചയായിട്ടും പെട്ടെന്ന് ഇൻഫെക്ഷൻ വെജൈനയിൽ വന്നാൽ, അല്ലെങ്കിൽ ദ്രാവകം പോലെ വെളിയിൽ വരുന്നത് നമ്മൾ അറിയാതെ തന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ആക്ച്വലി ഇത് ചെയ്യും. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ഒരു പഴുപ്പ് വരുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ കഴുകുമ്പോൾ ഇപ്പോൾ നമ്മളെ തന്നെ അതിനെ യൂറിനറി ഹോളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈവൻ അവർ വാഷിംഗ് പ്രോസസ്സിൽ പോലും നമുക്കത് ചെയ്യാൻ നമ്മൾ തന്നെ ചെയ്തു തരും. പിന്നെ സെക്ഷുവലി ഹസ്ബൻഡിന് കാണും, അത് സെക്സിൻ്റെ സമയത്ത് വൈഫിന് കിട്ടും, വൈഫിൽ നിന്ന് തിരിച്ചു ഹസ്ബൻഡ്, അങ്ങനെ. സോ ട്രീറ്റ് ചെയ്യുമ്പോൾ പാർട്ട്ണർ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവർക്ക് വന്നിട്ട് നമ്മൾ 5 ദിവസം കൂടുമ്പോൾ കൊടുക്കണമെങ്കിൽ അയാൾക്ക് 1 മാസത്തിന് ഒരിക്കലെങ്കിലും വി ഷുഡ് ട്രീറ്റ് ദം. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, ഇത് ഇറാഡിഗേഷൻ പറ്റില്ല, വിച്ച് ഇസ് ടേക്കിംഗ് ദി ഇൻഫെക്ഷൻ ഔട്ട് ഓഫ് യുവർ ബോഡി വിൽ നോട്ട് ബി പോസിബിൾ ഓഫ് എ വുമൺസ് ബോഡി. കാര്യം വെച്ചാൽ മറ്റേ സെക്ഷൽ പാർട്ട്ണർ ആരെന്ന് വെച്ചാൽ ബീറ്റ് ഹസ്ബൻഡ് ഓർ എനിബഡി, ആ ആളും ഈ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ഞാൻ യൂഷ്വലി കൊടുക്കും. ഇല്ലെങ്കിൽ ഷീ വിൽ നെവർ ഗെറ്റ് ഓക്കെ. കാര്യം വെച്ചാൽ പിന്നെയും സെക്ഷൽ കോൺടാക്റ്റ് വരും, പിന്നെയും അങ്ങേരുടെ കയ്യിൽ നിന്ന് തിരിച്ചു ഇവർക്ക് ഇൻഫെക്ഷൻ കിട്ടും. സോ നമ്മളിങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ വന്നുകൊണ്ടേയിരിക്കും. സോ പാർട്ട്ണർ ട്രീറ്റ്മെൻറ്റ് അടുത്ത തിങ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹൂ എവർ ഇറ്റ് ഈസ് ഹിയറിംഗ്. ഈവൻ ഡോക്ടേഴ്സ് ആർ ഹിയറിംഗ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. യൂറോഗൈനൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഐ നോ ദാറ്റ് ഇറ്റ് പാർട്ട്ണർ ട്രീറ്റ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ സെയിം ആൻറ്റിബയോട്ടിക് കൊടുക്കാം നിങ്ങൾക്ക്. ലൈക്ക് എപ്പിസോഡിൽ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ പാർട്ട്ണർ ട്രീറ്റ്മെൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നടുവേദന വന്ന ഒരു സ്ത്രീ ആദ്യം വിചാരിക്കേണ്ടത് അവരുടെ ഇൻഫെക്ഷൻ നോക്കുക എന്നുള്ളതാണ്. നടുവേദന എന്ന് പറഞ്ഞാൽ ഉടനെ ഓർത്തോയിൽ പോയി കാണിക്കുകയല്ല, കാണിച്ചോളൂ, തെറ്റില്ല. പക്ഷേ ആദ്യം ഗൈനക്കിനെ കാണിച്ചിട്ട് ഇൻഫെക്ഷൻ ഉണ്ടോ, അതിൻ്റെ ബാക്ക് ഏക്ക് ആണോ എന്ന് ആദ്യം അറിഞ്ഞിട്ട് ഫസ്റ്റ് അത് കറക്റ്റ് ചെയ്ത് ബാക്ക് ഏക്ക് മാറുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നല്ലൊരു ജനറൽ ആയിട്ടൊരു ഉള്ളത്. സോ പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് വെജൈനൽ ഇൻഫെക്ഷൻ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. 10-15 വർഷം ഈ ഇൻഫെക്ഷൻ വെച്ചുകൊണ്ടിരിക്കുന്നു, ട്രീറ്റ് ചെയ്യാതിരിക്കുന്നു. ആഫ്റ്റർ യുവർ സെക്കൻഡ് ബേബി വന്ന് കാണും, വന്നിട്ട് നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് ചോർച്ചിൽ വരും, നിങ്ങൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയി മരുന്ന് വാങ്ങി. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ആൻഡ് ക്യാൻസർ 15 വർഷം ഒക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി എന്ത് ഇൻഫെക്ഷൻ ആണെങ്കിലും ഈ യൂട്രസിലെ ഇൻഫെക്ഷന്, സർവൈക്കൽ ഇൻഫെക്ഷൻസ്, ആ യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻസ് വെച്ചുകൊണ്ടേ ഇരുന്നാൽ ദ്രാവകം പോലെ വന്ന ദയവേത് ഡോക്ടറെ കാണിക്കുക, ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ സർവൈക്കൽ ക്യാൻസർ. ഇന്ത്യ മുഴുവനും ഏറ്റവും കൂടുതലുള്ളത് യൂട്രസ് ക്യാൻസറോ പുഴയുടെ ക്യാൻസറോ ഒന്നുമല്ല, അത് അങ്ങനെ ഇരിക്കും, അതിനൊന്നും ഉണ്ടാവില്ല. ഈ പഴുപ്പ് ട്രീറ്റ് ചെയ്യാതെ, ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാതെ ഉണ്ടാവുന്നതാണ് യൂട്രസ് ക്യാൻസർ. ഇൻഫാക്റ്റ് വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നി എഫക്റ്റഡ് ആവും. സോ എല്ലാത്തിൻ്റെയും ഒരു പ്രൈമറി ഇതേ ഉള്ളൂ, ട്രീറ്റ് യുവർ യൂട്രസ് ഇൻഫെക്ഷൻ ആൻഡ് ട്രീറ്റ് യുവർ സർവൈക്കൽ വെജൈനൽ ഇൻഫെക്ഷൻ. സോ പ്ലീസ് ഡു ഇറ്റ്. അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം ട്രീറ്റ് ചെയ്ത് നിർത്തിയാൽ പറ്റത്തില്ല, you will have to repeat. So ആര് വന്നാലും ഐ ആം റെഡി ടു, ഐ എം വെരി, ഞങ്ങൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ഹാഷ്ടാഗ് ഇസ് ടു റെഡ്യൂസ് സർവൈക്കൽ ക്യാൻസേഴ്സ് ബൈ ട്രീറ്റിംഗ് ഇൻഫെക്ഷൻസ്. സോ ദറ്റ് ഈസ് അവർ നെക്സ്റ്റ് ഫോക്കസ്. അതുകൊണ്ട് ഡിസംബറിൽ ഞാൻ അത് പറഞ്ഞു, ബിക്കോസ് 2025 വി ആർ ഗോയിങ് ടു ഗോ ഫോർ റിഡക്ഷൻ ആൻഡ് ഇറാഡിഗേഷൻ ഓഫ് സർവൈക്കൽ ക്യാൻസർ ഇൻ ഇന്ത്യ. ഓക്കെ ഡോക്ടർ. സോ ഇന്നത്തെ സോ ഓൾ ഓഫ് യു പ്ലീസ് ഹെൽത്തിനെ നോക്കിക്കോളൂ. ഇപ്പം നല്ല ഒരു വർഷത്തിൻ്റെ അവസാനം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമോ, എന്തൊക്കെ നല്ലത്, ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ, ഇൻഫെക്ഷൻസ്, ഇതൊക്കെ നമ്മൾ തീർക്കാൻ പറ്റുന്നതൊക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുക. പുതിയ വർഷത്തിൽ നല്ല കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ലെറ്റ്സ് ഗോ ടു ഇറ്റ്. ഓക്കെ, സോ വിഷ് യു ഓൾ എ ഗുഡ് ഹെൽത്ത്. ബൈ.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഐ ഹോപ്പ് എവ്രിബഡി എൻജോയ് ടുഡേയ്സ് ടോപ്പിക് ആൻഡ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ആൻഡ് താങ്ക് യു ഡോക്ടർ ഫോർ ജോയിനിങ്. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു.